ശ്രീ കൃഷ്ണദാസ്, നമുക്കൊരു സമൂഹം എന്ന നിലയിലൊരു വലിയ പ്രതിഷേധമുണ്ട്. ഒരാൾ ഇപ്പോൾ കർണാടക സ്വദേശിയോ അല്ലെങ്കിൽ കേരള സ്വദേശിയോ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, ഒരു മനുഷ്യൻ അവിടെ പെട്ടുകിടക്കുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ തന്നെയാണ് എന്ന ഉറച്ച തെളിവുകൾ നമുക്ക് കിട്ടുന്ന സമയത്ത് മറ്റുള്ള തെരച്ചിലുകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഗംഗാവാലിയിലേക്ക് വീണു പോയിട്ടുണ്ടോ എന്നുള്ളത് നേവി നിഷേധിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ നമ്മുടെ പ്രതീക്ഷ തിരിച്ചു കിട്ടും എന്നുള്ള ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെയാണ് ഇത്തരം വെല്ലുവിളികൾ ഉണ്ടാകുന്നത്. മാധു, അതിനു മുമ്പ് ശ്രീ രാജു പി നായർ നേരത്തെ ഒരു അഭിജിത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ അഭിജിത്തിൻ്റെ കാര്യം തന്നെയാണ് പറഞ്ഞത്. കാരണം അർജുനോട് കാര്യം അന്വേഷിക്കാൻ വേണ്ടി അങ്കോലയിൽ നിൽക്കുന്ന അഭിജിത്തിനെ പോലുള്ള ആളുകളുടെ പ്രതികരണം എത്രത്തോളം സങ്കടകരമാണ് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മാധുവിൻ്റെ ചോദ്യത്തിലേക്ക് തീർച്ചയായും ഇപ്പോൾ നമ്മുടെ അരുൺ സാറ് പറഞ്ഞതുപോലെ ആദ്യ മണിക്കൂറുകളിൽ ചിന്തിക്കേണ്ട കാര്യങ്ങളായിരുന്നു ഇപ്പോൾ 5-ാമത്തെ ദിവസം ആയിട്ട് പോലും ചിന്തിക്കാതിരിക്കുന്നൊരു സംവിധാനമാണ് ഇപ്പോൾ കർണാടകത്തിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. കാരണം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിന്നാണ് നമ്മുടെ ജില്ലാ ഫയർഫോഴ്സ് മേധാവിയായിട്ടുള്ള അരുൺ സാറ് പറഞ്ഞിരിക്കുന്നത് നിലമ്പൂരിലേക്ക് കഥകൾ. അപ്പോൾ അത്രയും അനുഭവ സമ്പത്തുള്ള ആളുകളാണ് ഈ 5 ദിവസമായിട്ടും ഇത്രയും കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു സംവിധാനത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന രീതിയിലാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. കാരണം കേരളത്തിൽ നിന്നിട്ടാണ് ആ സാറിനെ പോലുള്ള ആളുകളുടെ ആ ഒരു രീതി, ആ ഒരു കാഴ്ചപ്പാട് പോലും ഇല്ലാത്തവരാണോ ഈ കർണാടക സംസ്ഥാനത്തുള്ളത് എന്ന് ചിന്തിച്ചു പോവുകയാണ്. ഒരു സമൂഹം എന്നുള്ള നിലക്ക് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, അവിടുത്തെ ആളുകളില്ലെങ്കിൽ ഇവിടുന്ന് ഒരു ജനക്കൂട്ടം പോകാൻ തയ്യാറായിട്ട് നിൽക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ആദ്യ ദിവസം തന്നെ അതിനൊരു അനുമതി കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് അർജുൻ നമ്മുടെ നാട്ടിലുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. പിന്നെ സാറ് പറഞ്ഞതുപോലെ അവിടെ വേണ്ട മാനുവൽ എഫേർട്ടാണ്. പിന്നെ എക്യുപ്മെൻസിനെ യൂട്ടിലൈസ് ചെയ്യുന്നതിന് പരിമിതികളുണ്ടെങ്കിൽ മാനുവൽ എഫേർട്ട് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് പറയുകയാണെങ്കിൽ അതിന് പറ്റിയ സേനാ സംവിധാനം നമുക്കില്ലേ? ആ സേനാ സംവിധാനത്തെ വിളിക്കാൻ എന്തുകൊണ്ട് ഇവർ മടിക്കുന്നു? ഇവരെന്തുകൊണ്ട് ഈ എഫേർട്ടുകളുടെ അടുത്ത് പിന്നെ സ്പെഷ്യലിസ്റ്റുകളുടെ അടുത്ത് ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നില്ല? ഇത് 2 പോലീസുകാരെയും ഒരു ഫയർഫോഴ്സിൻ്റെ ടാങ്കർ ലോറിയും കൊണ്ടുവച്ചുകൊണ്ട് എന്ത് ചെയ്യാനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്? ഇത് നമ്മൾ ദൃശ്യത്തിൽ കാണുന്നതല്ലേ. ഈ കാര്യങ്ങൾ അവിടെയുള്ളവർ എങ്ങനെ മനസ്സാക്ഷി ഈ അർജുനെ അന്വേഷിച്ച് പോയവർക്ക് എങ്ങനെ കണ്ടു നിൽക്കാൻ വേണ്ടി പറ്റും? അവിടെയാണ് നമ്മുടെ ഓരോരുത്തരും പ്രതികരിക്കുന്നത്, നമ്മുടെ പ്രതിഷേധം ഉയരുന്നത്. ഇത്രയും ദിവസമായിട്ട് ഇത് ആദ്യ മണിക്കൂറുകൾ വന്ന പിഴവുകൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അവിടുത്തെ കാലാവസ്ഥയെ നമുക്ക് ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റും. അതിന് മറ്റ് ന്യായീകരണങ്ങളിലേക്കല്ല നമ്മൾ പോകേണ്ടത്. ഇവിടെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങളെ എന്തുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നതാണ് നമ്മുടെ മുന്നിലുള്ള ചോദ്യം. അവിടെ തന്നെയാണ് ഈ അർജുന്റെ കാര്യത്തിൽ ഡ്രൈവർ അല്ലേ, പക്ഷെ മനുഷ്യനല്ലേ എന്നല്ല അവർ ചോദിക്കുന്നത്. എത്രത്തോളം മനുഷ്യത്വം നഷ്ടപ്പെട്ടവരായി പോയോ ഈ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതാണ് ഏറെ വേദനാജനകമായ ഒരു കാര്യം. ഇന്ന് നമുക്കറിയാം, രാവിലെ മുതൽ ചാനലിൻ്റെ മുന്നിലാണ് ആ വീട്ടുകാർ മാത്രമല്ല, കേരളക്കരയിലെ മുഴുവൻ കുടുംബാംഗങ്ങളും. പക്ഷേ ആ പ്രദേശത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു മനസാക്ഷി ഇല്ലേ എന്നുള്ളതാണ് ഏറ്റവും ചിന്തിക്കേണ്ട ഒരു വിഷയമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാൻ വേണ്ടി തോന്നുന്നത്. ശരി, കൃഷ്ണദാസാണ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.